സത്യത്തിൽ യൂറോപ്പ് ഇന്ന് വീണ്ടും ഒരു ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ വീണ്ടും ഒരു ആക്രമണത്തിന് വിധേയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ശത്രുക്കളുണ്ട്. നേതൃത്വം നൽകേണ്ടവര് അലസരും കുറ്റകരമായ അനാസ്ഥയുള്ളവരും സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നവരും ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഒരു 5-ാം പിയൂസ് പാപ്പ ഇല്ല. കാരണം ഈ യുദ്ധം ജയിക്കാൻ പോകുന്നത് സൈന്യങ്ങളുടെ സംഖ്യ കൊണ്ടല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ യുദ്ധം ജയിച്ചാൽ, അസാധ്യമെന്ന് കരുതപ്പെടുന്ന ഈ യുദ്ധവിജയം സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവികമായ പ്രത്യേക ഇടപെടലല്ലാതെ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്താനിരുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 7. ജപമാലയുടെ ശക്തി ലോകത്തിന് വെളിപ്പെട്ട ദിവസമാണ് ഒക്ടോബർ 7. ഈ ദിവസം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ജപമാല റാണിയുടെ തിരുനാളായി ആഘോഷിക്കപ്പെടാനായി കാത്തുവെച്ചിരുന്ന ദിവസമാണ് ഒക്ടോബർ 7. അതുവരെ ഒരു സാധാരണ ദിവസമായിരുന്നു ഒക്ടോബർ 7. അന്നു മുതൽ ലോക ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ദിവസമായിട്ട് മാറി ഒക്ടോബർ 7. അതിന് ചുറ്റും നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഓക്സീലിയം ക്രിസ്ത്യനോരും. ഓക്സീലിയം ക്രിസ്ത്യനോരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന്. ഇതുവരെ ദൈവമാതാവേ എന്ന് വിളിച്ചടത്തവൾ വരാതെ നിന്നിട്ടില്ല. അത് കാനായിലെ കല്യാണ വിരുന്നിലായാലും നിങ്ങളുടെ വീടുകളിലെ ദാരിദ്ര്യത്തിന്റെ അടുപ്പുകോണുകളിലായാലും. ഇതിനൊരു ചരിത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ 16-ാം നൂറ്റാണ്ടില് ക്രിസ്തീയ സഭ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയമായി. ഓട്ടോമാൻ തുർക്കികള് ഇസ്ലാം വൽക്കരിക്കപ്പെട്ടതിന് ശേഷം അവര് അന്നറിയപ്പെടുന്ന പണ്ട് റോമാ സാമ്രാജ്യം എത്ര വിപുലമായിരുന്നോ ആ ദേശങ്ങളൊക്കെയും ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. 1453 ആയപ്പോഴേക്കും പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. ഇവർ കീഴടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാം വൽക്കരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ എത്ര ശക്തമായ ആക്രമണമായിരുന്നു തുർക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും എല്ലാവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു സൈന്യത്തിനും അവരോട് എതിർത്ത് നിന്ന് ജയിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ സാധിക്കുമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അതിനൊരു പ്രധാന കാരണമുണ്ടായിരുന്നത് ജനുസരികൾ എന്ന് പറയുന്ന ഒരു പട്ടാള വിഭാഗം ഉണ്ടായിരുന്നു തുർക്കികൾക്ക്. ഒരുതരം ഒരു കമാൻഡോ ഫോഴ്സാണ് ഈ ജനുസരികൾ. തുർക്കികള് ആക്രമിച്ച് കീഴടക്കുന്ന ക്രിസ്തീയ ദേശങ്ങളിലുള്ള പ്രായപൂർത്തിയായ ആൾക്കാരെ, ആണുങ്ങളെല്ലാം കൊന്നുകളയും. മാനസാന്തരപ്പെടാൻ തയ്യാറുള്ളവരെ, മുസ്ലിങ്ങളാകാൻ തയ്യാറുള്ളവരെ അവര് ഇസ്ലാമിലേക്ക് ചേർക്കും. സ്ത്രീകളെയൊക്കെ അവർ അന്തഃപുരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. തീരെ ചെറിയ കുഞ്ഞുങ്ങളെ, സാധാരണ വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നതിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി അതിതീവ്രമായ മതപഠനം, മതബോധനം നടത്തി ചാവേറുകളാക്കി മാറ്റുന്നവരാണ് ഈ ജനുസരികൾ എന്ന് പറയുന്നത്. മുമ്പ് കാലത്ത് അവര് ക്രിസ്തീയ കുടുംബങ്ങളിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷെ അതിതീവ്രമായ മതചിന്ത അവരിലേക്ക് കുത്തിക്കയറ്റി അവര് പിന്നെ ജീവിക്കുന്നത് തന്നെ സുൽത്താന് വേണ്ടിയും മതത്തിന് വേണ്ടിയും മരിക്കാനാണ്. ഇങ്ങനെ മരണമടഞ്ഞാൽ അവർ സ്വർഗത്തിൽ പോകുമെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ക്രിസ്തീയ ദേശങ്ങൾക്കെതിരെ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഏറ്റവും വലിയ ആക്രമണം നടത്തിയിരുന്നത് ഈ ജനുസരികളാണ്. ഈ ജനുസരികളുടെ പിന്തുണയോടെയാണ് തുർക്കി ഈ അറിയപ്പെടുന്ന രോഗങ്ങളെ മുഴുവൻ കീഴടക്കിയത്. റോമാ നഗരം കീഴടക്കുക എന്നുള്ളത് തുർക്കികളുടെ മാത്രമല്ല അറബികളുടെയും ഒക്കെ ചിരകാല അഭിലാഷമായിരുന്നു. ഇസ്ലാം മതം തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയുള്ള അവരുടെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ ഒന്നാണ് റോമില് മുഹമ്മദ് നബിയുടെ കൊടി നാട്ടുക എന്നുള്ളത്. ആദിമസഭയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്കറിയാം, 4 പാത്രിയാർക്കേറ്റുകളായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. ജെറൂസലേം, അന്ത്യോക്യ, റോം, അലക്സാണ്ട്രിയ. ഇത് 4 സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ 4 പാത്രിയാർക്കേറ്റുകളുടെ കീഴിലായിരുന്നു അറിയപ്പെടുന്ന ക്രിസ്തീയ ദേശങ്ങളൊക്കെ വിഭജിക്കപ്പെട്ടിരുന്നത്. അവസാനം 5ാമതൊരു പാത്രിയാർക്കേറ്റും കൂടി ഉണ്ടായി. അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ 381 കൃത്യമായി പറഞ്ഞാൽ. ഇങ്ങനെ ആദിമസഭയ്ക്ക് 5 പാത്രിയാർക്കേറ്റുകളാണ് ഉണ്ടായിരുന്നത്. പെന്റാർക്കി എന്നാണ് അതിനെ വിളിച്ചിരുന്നത്.
അതില് റോം എന്ന് പറയുന്ന പാത്രിയാർക്കീസാണ് മാർപ്പാപ്പ. ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന് പറയുന്നു. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എത്ര ഭീകരമായ അവസ്ഥയിലായിരുന്നു സഭ 16-ാം നൂറ്റാണ്ടിലായിരുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകാൻ വേണ്ടിയാണ്. ഈ 5 പാത്രിയാർക്കേറ്റുകൾ ഉണ്ടായിരുന്നതിൽ അന്ത്യോക്യ 637 മുസ്ലിങ്ങൾ കീഴടക്കി. തൊട്ടടുത്ത വർഷം 638 ജെറൂസലേം കീഴടക്കി. 3 വർഷങ്ങൾക്ക് ശേഷം 641 അലക്സാണ്ട്രിയ മുസ്ലിങ്ങൾ കീഴടക്കി. 846 അറബികൾ റോമ നഗരം ആക്രമിച്ചു. മാസങ്ങളോളം റോമിന് ചുറ്റും നടന്ന് അവർ റോമൻ ദേശങ്ങളെ ആക്രമിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പത്രോസിന്റെയും പൗലോസിന്റെയും ബസിലിക്കകൾ അവർ കൊള്ളയടിച്ചു. റോമാ നഗരം മാത്രം എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വീണില്ല. 1453 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളും തുർക്കികൾ കീഴടക്കി. 5 പാത്രിയാർക്കീസുകൾ ഉള്ളതിൽ 4 പാത്രിയാർക്കേറ്റുകളും തുർക്കികളുടെ അടിയിലായി, മുസ്ലിങ്ങളുടെ കീഴിലായി, മുസ്ലിം ഭരണത്തിന് കീഴിലായി. ഈ ദേശങ്ങളിലെല്ലാം സഭ ചവിട്ടി മെതിക്കപ്പെട്ടു, സഭയില്ലാതെയായി. കഴിഞ്ഞ ദിവസം പൗലോസ്ലിഹായെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതല്ലേ, അനത്തോളിയ, തുർക്കി മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി പൗലോസ്ലിഹ നേടിയെടുത്തു എന്ന് പറഞ്ഞത്. ആ ദേശങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനിയെ കണി കാണാൻ പോലും ഇല്ലാതെയായി. ഇത്ര ഭീകരമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് റോം കീഴടക്കാനുള്ള നൂറ്റാണ്ടുകളുടെ അവരുടെ ഒരുക്കത്തിന് ശേഷം അവർ നടത്തുന്ന ഈ ആക്രമണങ്ങളുടെ പരമ്പര. യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ മാത്രം പിടിച്ചു നിൽക്കുന്ന സാഹചര്യം. ക്രിസ്ത്യൻ ഏഷ്യ മുസ്ലിം ഏഷ്യയായിട്ട് മാറി. ഇങ്ങ് പടിഞ്ഞാറ് മൊറോക്കോ മുതൽ ഇങ്ങ് കിഴക്ക് തുർക്കി അവർ കീഴടക്കി. ഗ്രീസ്, ബൾഗേറിയ, വലാക്കിയ, റൊമാനിയ, ബാൾക്കൻ ദേശങ്ങൾ മുഴുവൻ തുർക്കികളുടെ കീഴിലായി. ഇങ്ങനെ ഒരു ചരിത്രമുള്ളത് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ യൂറോപ്പിന്റെ വലിയൊരു ഭാഗം തുർക്കികളുടെ കീഴിലിരുന്ന സമയമുണ്ട്, നൂറ്റാണ്ടുകളോളം. ഇന്ന് ക്രിസ്തീയ ദേശങ്ങളായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളും തുർക്കികൾ കീഴടക്കി അവരുടെ സമഗ്രാധിപത്യം സ്ഥാപിച്ചിരുന്നതാണ്. ഇത് യൂറോപ്പിൽ നേരിട്ട്. അതല്ലാതെ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും തുർക്കികളുടെ ഒരു പതിവായിരുന്നു. മെഡിറ്ററേനിയൻ കടല്, മധ്യധരണിയാഴിയിൽ മുഴുവൻ തുർക്കികൾക്ക് സമ്പൂർണമായ ആധിപത്യമായിരുന്നു. അവരുടെ അറിവില്ലാതെ ഒരു കൊച്ചു തോണി പോലും മധ്യധരണിയാഴിയിൽ ഇറങ്ങുമായിരുന്നില്ല. ഈ മധ്യധരണിയാഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റലിയോട് ചേർന്ന സ്ഥലമല്ലേ. അതിന്റെ ഒരു സൈഡ് അഡ്രിയാറ്റിക് സമുദ്രം. ഈ അഡ്രിയാറ്റിക് സമുദ്രത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ ദേശങ്ങളും തുർക്കികളുടെ കീഴിലായി. ഒരു ചെറുനാവ് പോലെ കിടക്കുന്ന ഇറ്റലി മാത്രം തുർക്കികളുടെ ആയില്ല എന്ന് മാത്രം. ഈ സമയത്ത് ദൈവകൃപ കൊണ്ട് സഭയ്ക്ക് ലഭിച്ചിരുന്നത് 5-ാം പിയൂസ് എന്നൊരു മാർപ്പാപ്പയായിരുന്നു. ഇനി അവശേഷിക്കുന്ന ദേശങ്ങളെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ യൂറോപ്പിലുള്ള ക്രിസ്തീയ രാജാക്കന്മാരെ എല്ലാവരെയും സ്വരുക്കൂട്ടി വേറെ നിന്നാൽ നമുക്ക് തുർക്കികളോട് എതിർത്തു നിൽക്കാനാവുകയില്ല. അവർ നമ്മളുടെ ഇടയിൽ അന്തഛിദ്രമുണ്ടാക്കി നമ്മളെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഒന്നു ചേർന്ന് നിൽക്കണം എന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജാക്കന്മാര് അദ്ദേഹം പറയുന്നത് കേട്ടില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കുമ്പോ തുർക്കികളുടെ ഭാഗത്തു നിന്നും വളരെ അതിക്രൂരമായ ഒരു നടപടി ഉണ്ടായതിന്റെ ഫലമായിട്ട് ഇതുവരെ വിഭജിച്ചു നിന്ന് ക്രിസ്തീയ രാജാക്കന്മാരെല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിങ്ങനെയായിരുന്നു. വെനീസുമായിട്ട് തുർക്കികൾക്ക് വ്യാപാര സന്ധികളൊക്കെ ഉണ്ടായിരുന്നു. വെനീസ് ഒരു ചെറിയ രാജ്യമായിരുന്നുവെങ്കിലും അത് വലിയൊരു നാവിക ശക്തിയായിരുന്നു. വെനീസ് ഈ ക്രിസ്ത്യൻ യൂറോപ്പിനോടൊപ്പം നിൽക്കാതെ അവരുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടി തുർക്കിയോടൊപ്പമായിരുന്നു നിന്നിരുന്നത്. അവർ തമ്മിൽ സന്ധി ഇരിക്കെ തന്നെ വെനീസിന്റെ കീഴിലുണ്ടായിരുന്ന സൈപ്രസ്, നിക്കോഷ്യ, ഫാമഗുസ്ത പോലെയുള്ള തുർക്കികളെ ആക്രമിക്കാൻ തുടങ്ങി. സൈപ്രസ് അവർ കീഴടക്കി, നിക്കോഷ്യ കീഴടക്കി. ലാലാക്കാര മുസ്തഫ പാഷ എന്ന് പറയുന്ന അവരുടെ അതിപ്രഗത്ഭനായ ജനറല് 1570-71 കാലഘട്ടത്തില് ഈ ഫാമഗുസ്ത ആക്രമിക്കുക. വെനീസിന്റെ ഒരു ജനറല്, വളരെ വാർദ്ധക്യത്തിലുള്ള ഒരു ജനറല് അവിടെ ഈ ഫാമഗുസ്തായിക്ക് പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വെറും 8500 പട്ടാളക്കാരാണുള്ളത്. മാർക്ക് അന്തോണിയോ ബ്രഗാദിൻ എന്ന് പറയുന്ന ഒരു ജനറൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവര് 12,000 ജനിസറികളും 150 കപ്പലുകൾ നിറയെ നാവികസേനയും 1500 പീരങ്കികളുമായിട്ട് ലാലാക്കാര മുസ്തഫ പാഷ
അങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളിൽ അദ്ദേഹം പിടിച്ചു നിന്നു, പ്രതിരോധിച്ചു നിന്നു. ഈ സമുദ്രം മുഴുവൻ, മെഡിറ്ററേനിയൻ മുഴുവൻ തുർക്കികളുടെ കയ്യിലായതുകൊണ്ട് ഇവർക്കൊരു സഹായവും എത്തിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല. എവിടെ നിന്നും ഒരു സഹായവും ലഭിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും 1 വർഷം മാർക്കന്തോണിയോ ബ്രഗാദിൻ അദ്ദേഹത്തിന്റെ ഈ ചെറിയ സൈന്യവുമായിട്ട് ഈ വലിയ തുർക്കികളുടെ സൈന്യത്തോട് എതിർത്ത് നിന്നു. വളരെയധികം ആൾക്കാർ മരിച്ചു. അവസാനം വെറും 900 പേർ അവശേഷിച്ചു. അവരിലധികവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരുന്നു. ഇത്രയും സമയം യുദ്ധം നീണ്ടു നിന്നപ്പോഴേക്കും സുൽത്താൻ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ലാലാക്കാര മുസ്തഫ പാഷ ഒരു തന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധം നിർത്താം, ഫാമഗുസ്ത എനിക്ക് വിട്ടുതന്നാൽ മതി. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ തന്നെ കപ്പലുകളില് വെനീസിന്റെ അധീനതയിലുള്ള ക്രീറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയി വിടും. ഇതൊരു നല്ല സന്ധിയായിട്ട് മാർക്കന്തോണിയോയ്ക്ക് തോന്നി. കാരണം ഇനി അധികവും അവശേഷിക്കുന്ന വളരെ മുറിവേറ്റ കുറച്ച് പട്ടാളക്കാരും ബാക്കി മുഴുവൻ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അങ്ങനെ ഈ സന്ധി ഒപ്പിട്ട് അവര് ഫാമഗുസ്തായുടെ ഗേറ്റുകൾ തുറന്ന് പുറത്തേക്ക് വന്ന ഉടനെ ഈ 900 പേരെയും തുർക്കികൾ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. അതിധീരനായ വൃദ്ധനായ ഈ ജനറലിന്റെ ചെവികൾ രണ്ടും കാരാ മുസ്തഫ പാഷ തന്നെ മുറിച്ചു കളഞ്ഞു. 2 ആഴ്ച അദ്ദേഹത്തെ തടവിലിട്ടു. അദ്ദേഹത്തിന്റെ ചെവി എല്ലാം പഴുത്ത് വളരെ വ്രണമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ നഗരത്തിന് ചുറ്റും കഴുത്തിലൊരു തിരികല്ല് കെട്ടി വലിച്ചിഴച്ചു. അതിനുശേഷം നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് ഒരു തൂണിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ജീവനോടെ അദ്ദേഹത്തിന്റെ തൊലി ഉരിച്ചു. ഈ പൊളിച്ചെടുത്ത തൊലിക്കുള്ളിൽ വൈക്കോൽ നിറച്ച് അദ്ദേഹത്തിന്റെ അധികാര ചിഹ്നങ്ങളൊക്കെ അതിനെ ധരിപ്പിച്ച് സുൽത്താന എന്ന് പറയുന്ന സുൽത്താന്റെ ലാലാ മുസ്തഫ കാരാ പാഷയുടെ കൊടിക്കൂറ തൂങ്ങിക്കിടക്കുന്ന കപ്പല് ഫ്ളാഗ്ഷിപ്പിന്റെ കൊടിമരത്തിൽ തൂക്കിയിട്ടിട്ടാണ് തിരിച്ചു പോയത് സുൽത്താന് സമ്മാനമായിട്ട്. ഇതുപോലെ തന്നെ മാർക്കന്തോണിയോയുടെ കൂടെ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ജനറൽമാര് ആൽവിനസ് മാർട്ടീനോ, ജിയന്തോണിയോ കൊറീനി, ആന്ത്രിയ ബ്രഗാദിൻ അദ്ദേഹത്തിന്റെ അനന്തരവനായിരുന്നു. ഇവരുടെ എല്ലാം തല വെട്ടിയെടുത്ത് തോരണം പോലെ തൂക്കിയിട്ടുകൊണ്ടാണ് അവർ പോയത്. ഈ ഒരു സംഭവം ഷിവൽറിയിൽ വല്ലാതെ വിശ്വസിച്ചിരുന്ന, ധീരോദാത്തതയിൽ വല്ലാതെ വിശ്വസിച്ചിരുന്ന യൂറോപ്യൻ ശക്തികളെ ഒന്നിച്ച് ചേരാൻ പ്രേരിപ്പിച്ചു. ഇത്രയും കാലം മാർപ്പാപ്പ പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാകാതിരുന്നവർക്ക് ഇത് വലിയ അപകടമാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഹോളി ലീഗ് എന്ന പേരിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാവരും കൂട്ടിച്ചേർന്ന് ഒരു ശക്തി ഉണ്ടാക്കി, ഒരു അലയൻസ് ഉണ്ടാക്കി. ഈ സൈന്യത്തിന്റെ അധിപനായിട്ട് മാർപ്പാപ്പ തീരുമാനിച്ചത് സ്പെയിനിലെ ഡോൺ യുവാൻ ഓഫ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജകുമാരനെയാണ്. വലിയ വിശ്വാസിയായിരുന്നു ഈ മനുഷ്യൻ. വളരെ പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ. ഇത്രയും വലിയൊരു സൈന്യത്തെ നിയന്ത്രിക്കുന്ന ആൾക്ക് ഒത്തിരി പ്രായമുണ്ടെന്ന് കരുതരുത്. എനിക്ക് തോന്നുന്നു 23 വയസ്സോറ്റം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷെ അതിസമർത്ഥനായ ഒരു ജനറലായിരുന്നു അദ്ദേഹം. ഏറ്റവും ആദ്യം ചെയ്തത് ഒരു വളരെ സവിശേഷമായ ഒരു കൊടിക്കൂറ ഉണ്ടാക്കി. അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു സെഷൻ ഞാൻ ക്ലാസ് എടുത്തത് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അത് കേൾക്കുക എന്ന് പറയാനേ സാഹചര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ 2-3 വാക്കുകളിൽ പറഞ്ഞു പോവുകയാണ്. വലിയ വിശ്വാസിയായിരുന്ന ഡോൺ യുവാൻ ഈശോയുടെ വലിയൊരു പിച്ചള രൂപമുണ്ടാക്കി അത് അദ്ദേഹത്തിന്റെ പതാകവാഹിനി കപ്പൽ റിയാൽ എന്നാണ് ആ കപ്പലിന്റെ പേര്, അതില് ഇങ്ങനെ തൂക്കിയിട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഗതി ഇപ്പൊ പറഞ്ഞു പോകുന്നത്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ 4-5 മറ്റ് പ്രഗത്ഭരായ ജനറൽമാരുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ കപ്പൽ വ്യൂഹങ്ങളുമായിട്ടാണ് വരുന്നത്. അതില് ഡോൺ ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു ജനറല് 1531 മാതാവ് ഗ്വാഡലോപ്പെ മാതാവ് എന്ന പേരിൽ മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാമല്ലോ. ഒരു ചിത്രം ആണ് അവിടെ അടയാളമായിട്ട് മാതാവ് അവശേഷിപ്പിച്ചത്. വെറും 40 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ലോകം ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ ഡോൺ ആൻഡ്രിയ അതിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ അദ്ദേഹം അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഡോൺ ആൻഡ്രിയ പറയുമായിരുന്നു എപ്പോഴും, ഈ മാതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ യുദ്ധം ചെയ്യും. ചിന്തിക്കാനാവുന്ന കാര്യമായിരുന്നില്ല ആ കാലഘട്ടത്തില് ഈ എണ്ണിയാലൊടുങ്ങാത്ത കപ്പലുകളുള്ള തുർക്കികളുടെ സൈനിക ശക്തിയോട്, നാവിക ശക്തിയോട്, തുർക്കികളുടെ നാവിക ശക്തിയോട് യൂറോപ്പിന്റെ മുഴുവൻ ശക്തിയും ഒന്നിച്ചു നിന്നാലും ജയിക്കാൻ സാധിക്കുമെന്ന് സാമാന്യബോധമുള്ള മനുഷ്യർ ചിന്തിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാല് മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള സകല ദ്വീപുകളും തുർക്കികളുടെ കീഴിലാണ്. ആ ദ്വീപുകളിലൊക്കെ അവര്
അവര് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന നാടുകളിലെ ക്രിസ്ത്യാനികളെ അടിമകളാക്കി കൊണ്ടുവന്ന് അവരവിടെ കപ്പൽ നിർമ്മാണശാലകളിൽ കപ്പലുകൾ ഉണ്ടാക്കിക്കുന്ന പണിയേൽപ്പിച്ചിരിക്കുക. അവരെ പീഡിപ്പിച്ച് കപ്പലുകൾ ഉണ്ടാക്കും, യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കും. യുദ്ധക്കപ്പലുകൾ എന്ന് പറയുമ്പോൾ കടൽ കൊള്ളയ്ക്ക് വേണ്ടിയാണ്, കോഴ്സാറുകളാണ് കടൽ കൊള്ളയ്ക്ക് വേണ്ടി. ഈ കപ്പലുകളിൽ തുഴ വലിക്കുന്നത് അവരെ കീഴടക്കുന്ന ക്രിസ്തീയ ദേശങ്ങളിലെ ക്രിസ്ത്യാനികളാണ്. അടിമകളാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ തുഴ വലിക്കുന്നത്. ഒരു കാരണവശാലും യൂറോപ്പിന്റെ നാവിക ശക്തി വെച്ച് തുർക്കികളെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും, ആത്മഹത്യാപരമായൊരു യുദ്ധത്തിനാണ് പോകുന്നത് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നിട്ടും, ഡോൺ യുവാനും ഡോൺ ആൻഡ്രിയയ്ക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു മാതാവിന്റെ മധ്യസ്ഥതയിൽ യുദ്ധം ജയിക്കുമെന്ന്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ പിയൂസ് അഞ്ചാമൻ പാപ്പയെ കുറിച്ച്. വിശുദ്ധനായ ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് അദ്ദേഹം. മാതാവിന്റെ അടിയുറച്ച ഭക്തനായിരുന്നു. അഞ്ചാം പിയൂസ് ഈ യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഒരു വർഷം മുമ്പ്, യൂറോപ്പിലെ ആസകലമുള്ള സകല ക്രിസ്ത്യാനികളോട് നിർബന്ധമായും ഒരു വർഷം എല്ലാ ദിവസവും തുർക്കികളുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ സഭയ്ക്ക് വിജയമുണ്ടാകാൻ വേണ്ടി, സഭ അവശേഷിക്കാൻ വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സഭ മുഴുവൻ ഒരു വർഷം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഈ ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി. അവസാനം യുദ്ധത്തിന്റെ സമയമായി. ഡോൺ യുവാൻ അദ്ദേഹത്തിന്റെ സൈന്യത്തിന് പ്രത്യേകമായൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ സൈന്യത്തിൽ, ക്രിസ്തീയ സൈന്യത്തിലുള്ള സകല ആൾക്കാരും കൃപാവരത്തിന്റെ അവസ്ഥയിലായിരിക്കണം. എല്ലാ ദിവസവും ദിവ്യ കുർബാന സ്വീകരിച്ചിരിക്കണം. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ യുദ്ധത്തിന് പോകാൻ പാടുള്ളൂ. അതിന് തയ്യാറുള്ളവർ മാത്രം യുദ്ധത്തിൽ വന്നാൽ മതി എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. കാരണം ഈ യുദ്ധം ജയിക്കാൻ പോകുന്നത് സൈന്യങ്ങളുടെ സംഖ്യ കൊണ്ടല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ യുദ്ധം ജയിച്ചാൽ, അസാധ്യമെന്ന് കരുതപ്പെടുന്ന ഈ യുദ്ധവിജയം സംഭവിച്ചാൽ, അതിന്റെ പിന്നിൽ ദൈവികമായ പ്രത്യേക ഇടപെടലല്ലാതെ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. തുർക്കികളുടെ ഈ ഭീഷണമായ സൈന്യത്തെ, അതിനെ ഞാൻ വിശദീകരിക്കാനൊന്നും എനിക്കിവിടെ സമയമില്ല. ഞാൻ വീണ്ടും പറയുന്നു, കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. തുർക്കികളുടെ അതിഭീഷണമായ ഈ സൈന്യത്തെ മുവസീൻ സാദി അലി പാഷ എന്ന് പറയുന്ന ഒരു ജനറലാണ് നിയന്ത്രിക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ഈ കപ്പലുകൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അനേകം കടൽ കൊള്ളക്കാരായിട്ടുള്ള കൊഴ്സാറുകൾ, അവരുടെ വലിയ സൈന്യനിര ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. അവര് സൈപ്രസിൽ നിന്നും മെസീന ഭാഗത്തേക്ക് വന്നു. വരുന്ന സമയത്ത് അവര് ക്രിസ്തീയ ദേശങ്ങളുടെയൊക്കെ തീരത്തു കൂടിയാണ് വരുന്നത്. അവരാളയച്ച് ക്രിസ്തീയ ദേശങ്ങളിലേക്കൊക്കെ പറയുമായിരുന്നു സ്ത്രീകളോട്, നിങ്ങൾ അവിടെ കാത്തിരുന്നോ, ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. ഈ സൈന്യം മെസീനയ്ക്ക് വരുന്ന സമയത്ത് തന്റെ സൈന്യത്തിന്റെ ധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഡോൺ യുവാൻ ലപ്പാന്തോ ഉൾക്കടലിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം യൂറോപ്യൻ കപ്പലുകളെയും നയിച്ചു. ലപ്പാന്തോ എന്ന് പറയുന്നത് തുർക്കികളുടെ വലിയൊരു നാവിക കേന്ദ്രമാണ്. തുർക്കികൾ വളരെ തന്ത്രപൂർവ്വം ചെയ്ത ഒരു നടപടിയായിരുന്നു ഇത്. യൂറോപ്യൻ സൈന്യത്തെ തുർക്കികളുടെ നാവിക കേന്ദ്രത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു കടലിടുക്കിൽ ചേർത്ത് നിർത്തി യുദ്ധം ജയിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു അവർ ആവിഷ്കരിച്ചിരുന്നത്. വളരെ പ്രഗത്ഭരായ, പരിചയസമ്പന്നരായ നാവികസേനയാണ് കേട്ടോ തുർക്കികളുടേത്. നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത സൈന്യമാണ് അവരുടേത്. അങ്ങനെ 1571 ഒക്ടോബർ 7-ാം തീയതി കൊറീന്തിന് 32 കിലോമീറ്റർ മാറി ലപ്പാന്തോ കടലിടുക്കിൽ വെച്ച് രണ്ട് നാവികസേനകളും തമ്മിൽ കണ്ടുമുട്ടി. ഒക്ടോബർ 7 ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്താനിരുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 7. ജപമാലയുടെ ശക്തി ലോകത്തിന് വെളിപ്പെട്ട ദിവസമാണ് ഒക്ടോബർ 7. ഈ ദിവസം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ജപമാല റാണിയുടെ തിരുനാളായി ആഘോഷിക്കപ്പെടാനായി കാത്തുവെച്ചിരുന്ന ദിവസമാണ് ഒക്ടോബർ 7. അതുവരെ ഒരു സാധാരണ ദിവസമായിരുന്നു ഒക്ടോബർ 7. അന്നു മുതൽ ലോക ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ദിവസമായിട്ട് മാറി ഒക്ടോബർ 7. ഈ സൈനിക വിന്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾ ധാരാളമായിട്ട് കാണാൻ സാധിച്ചു. ആ സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ക്രിസ്തീയ സൈന്യമെന്ന്. അർദ്ധചന്ദ്രാകൃതിയിൽ തുർക്കികളുടെ സൈന്യവ്യൂഹം, കപ്പൽപ്പട ഇവരെ കാത്തിരിക്കുകയാണ്. അർദ്ധചന്ദ്രാകൃതിയിൽ നിൽക്കേണ്ട ഉദ്ദേശം നിങ്ങൾക്കറിയാം, ചുറ്റും വളഞ്ഞ് ഇവരെ ആക്രമിക്കാൻ. അതിന് മാത്രം കപ്പലുകളുണ്ട്. വെനീസിന്റെ തീരത്ത് നിന്നൊക്കെ അങ്ങ് തീരത്തിനടുത്തുകൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തുർക്കി കപ്പൽ പടയെ നോക്കുമ്പോൾ
ഈ കപ്പൽപ്പട കാരണം സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. അത്രമാത്രം കപ്പലുകളാണ് തുർക്കികളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്കിലേക്ക് ക്രിസ്ത്യൻ സൈന്യം പ്രവേശിക്കുമ്പോൾ തുർക്കികൾ അത് കണ്ടിരുന്നു എങ്കിൽ തീർച്ചയായും അധികം താമസിയാതെ യുദ്ധം കഴിഞ്ഞേനെ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അസാധാരണമായ ഒരു മൂടൽമഞ്ഞ്, കട്ടിയേറിയ ഒരു മൂടൽമഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായി. അങ്ങനെ തുർക്കികളുടെ കണ്ണിൽപ്പെടാതെ യൂറോപ്യൻ സൈന്യത്തിന് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനും അവിടെ സൈന്യവിന്യാസം നടത്തുന്നതിനും സാധിച്ചു. തുർക്കി പട വളരെയധികം കൂടുതലായിരുന്നു ക്രിസ്ത്യൻ സൈന്യത്തെ അപേക്ഷിച്ച്. 1,20,000 യോദ്ധാക്കൾ, അതിൽ 10,000 ജനിസരികൾ, 40,000 തുഴക്കാര്. അവരെല്ലാം അടിമകളായിരുന്നു, ക്രിസ്ത്യൻ അടിമകളായിരുന്നു. ഇതായിരുന്നു തുർക്കി സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. 40,000 തുഴക്കാർ മാത്രം ഉണ്ടായിരുന്നു ആ സൈന്യത്തില്. ക്രിസ്ത്യൻ സൈന്യത്തിലുണ്ടായിരുന്ന സകല യോദ്ധാക്കളും കൂടി 40,000-ൽ താഴെ, 30,000-നും 40,000-നും ഇടയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 26,000 തുഴക്കാരും. അവര് സ്വതന്ത്രരായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തുർക്കികൾ ഈ തീരം തന്നെ തെരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അവർക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇത് തുഴയുന്ന കപ്പലുകളാണ്. കാറ്റിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിക്കുന്നതിന് പകുതി യുദ്ധം ജയിച്ചതുപോലെയാണ്. ഇവർക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പിന്നിൽ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വളരെ തന്ത്രപൂർവ്വം അവിടെ കാത്തു നിന്നതാണ്. തുർക്കികൾക്ക് അനുകൂലമായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരുന്നതിനാൽ യുവാൻ യുദ്ധം ആരംഭിക്കാതെ കാത്തു നിന്നു. ആ സമയത്ത് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു, എല്ലാ കപ്പലുകളിലും ദിവ്യ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു. സകലരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. സുൽത്താൻ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, ഒട്ടും സമയം കളയാതെ ക്രിസ്ത്യാനികളെ ആക്രമിച്ച് കീഴടക്കി യൂറോപ്പിലേക്ക് പടയുടെ മുന്നേറ്റം നടത്തണമെന്ന്. കാറ്റിന്റെ ആനുകൂല്യവും സുൽത്താന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നത് കൊണ്ട് ആലി പാഷ വളരെ പെട്ടെന്ന് തന്നെ കടന്നാക്രമണം നടത്തി. ഈ കോഴ്സാറുകളുടെ, കടൽ കൊള്ളക്കാരുടെ ഒരു വലിയ യുദ്ധതന്ത്രമാണ് അവരുടെ കപ്പലുകൾ കൊണ്ട് ശത്രു കപ്പലിലേക്ക് ഇടിച്ചു കയറ്റുക എന്നുള്ളത്. അവരുടെ കപ്പലിന്റെ മുൻഭാഗം പിച്ചള കൊണ്ട് കുന്തം പോലെ ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ വേഗതയിൽ അവരുടെ കപ്പലിനെ ഓടിച്ചു കൊണ്ടുവന്ന് ശത്രു കപ്പലിന്റെ മധ്യത്തിലേക്ക് ഇടിച്ചു കയറ്റും. അതോടെ ശത്രു കപ്പലുകൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ മേലാതായി പോകും. ആ സമയം കൊണ്ട് ആ കപ്പലിന്റെ തട്ടിലേക്ക് കയറി അവരെ കീഴടക്കുക എന്നുള്ളതാണ് കോഴ്സാർ യുദ്ധതന്ത്രമാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, പണ്ട് മാർക്കന്തോണിയോ ബ്രഗാദിൻ എന്ന് പറയുന്ന ആ ജനറലിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും തലയും തൊലിയും ഒക്കെ തൂക്കിയിട്ടുകൊണ്ട് സുൽത്താനെ കാണാൻ വേണ്ടി പോയ അതേ കപ്പൽ ആ സുൽത്താനെ തന്നെ റിയാലിലേക്ക് ഇടിച്ചു കയറ്റി. ആ ഇടിച്ചു കയറ്റിയതിന്റെ ശക്തിയില് തുഴക്കാർ ഇരുന്നതിന്റെ 4ാമത്തെ നിര വരെ ഈ കപ്പൽ ഇടിച്ചു കയറി വന്നു. തകർന്നുപോയി റിയാലിന്റെ ആ ഭാഗം മുഴുവൻ. പക്ഷെ ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ദൈവകൃപയുടെ കുറെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇതുവരെയും തുർക്കികൾക്ക് അനുകൂലമായി നിന്നിരുന്ന പ്രകൃതി പോലും ഒരുപക്ഷെ യൂറോപ്പിന്റെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ തുർക്കികൾക്ക് അനുകൂലമായിരുന്ന കാറ്റ് തിരിഞ്ഞു വീശാൻ തുടങ്ങി. തുർക്കികളുടെ കപ്പലുകൾ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതിന് ശേഷമാണ് ഈ മാറ്റമുണ്ടായത്. പിന്നീട് അന്ന് യുദ്ധം കഴിയുവോളം കാറ്റ് തുർക്കികൾക്കെതിരായിട്ട് വീശിക്കൊണ്ടിരുന്നു. യുദ്ധം തുടങ്ങിയ സമയത്ത് റിയാലിന്റെ വലിയ കൊടിമരം, ആ കൊടിമരത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈശോയുടെ പിച്ചള രൂപം കൊണ്ടുള്ള വലിയ കുരിശ് രൂപം തൂക്കിയിട്ടിരിക്കുന്നത്. ഈ കൊടിമരം വെടിവെച്ച് തകർക്കാൻ പാഷ അദ്ദേഹത്തിന്റെ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതുകൊണ്ട് ഈ കൊടിമരത്തിന് നേരെ പീരങ്കി വെടിവെച്ചു. വളരെ അത്ഭുതകരമായൊരു സംഭവം ഉണ്ടായി. കൊടിമരത്തിൽ ഈശോയുടെ രൂപം തൂക്കിയിട്ടിരിക്കുകയാണല്ലോ. ഈ വെടിയുണ്ട വന്നത് കൃത്യം ഈശോയെ തൂക്കിയിട്ടിരിക്കുന്ന ആ ശരീരത്തിൽ കൊണ്ട് കൊടിമരം തകരുന്ന രീതിയിലാണ്. പക്ഷേ അത്യത്ഭുതകരമായി ആ തൂക്കിയിട്ടിരുന്ന ഈശോയുടെ രൂപത്തിലെ തൂങ്ങപ്പെട്ട രൂപം ശരീരം ഒരല്പം ഒരു സൈഡിലേക്ക് വളച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പിച്ചള കൊണ്ടുള്ള രൂപം ഇന്നും ബാഴ്സലോണ കത്തീഡ്രലിലെ ആ രൂപം തൂക്കിയിട്ടിട്ടുണ്ട്. ഈശോ ഒരല്പം വളഞ്ഞാണ് അതിൽ കാണുന്നത്. വെടിയുണ്ട ശരീരത്തിൽ കൊള്ളാതെ, ദേഹമാസകലം മുറിവേൽപ്പിക്കാൻ മടിയില്ലാതിരുന്നവന് ഒരു വെടിയുണ്ട കൊള്ളാൻ വിഷമമുണ്ടായത് കൊണ്ടല്ല. ക്രിസ്തീയ സൈന്യത്തിന് അന്ന് കർത്താവിന്റെ ഇടപെടലുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം ആവശ്യമുണ്ടായിരുന്നു. അതിന് പ്രത്യക്ഷമായ ഒരു അടയാളം ലഭിക്കുക ആവശ്യമായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഇത് കണ്ടതോടുകൂടി റിയാലിലും ചുറ്റുമുള്ള കപ്പലുകളിലുമൊക്കെയുള്ള ക്രിസ്ത്യൻ സൈന്യത്തിന് വലിയ ആവേശമായി. തങ്ങളുടെ ജനറലിന്റെ തൊലി തൂക്കിയിട്ട് ആ കപ്പലാണ് ഇടിച്ചു കയറി വന്നതെന്നുള്ള ബോധ്യവും കൂടി ആയപ്പോഴേക്കും അവർ നഷ്ടധൈര്യം വീണ്ടെടുത്ത്
ഈ കോർത്ത് കെട്ടിക്കിടക്കുന്ന പതാകവാഹിനികളില് അതിഭീഷണരായ ജനിസരികളുമായിട്ട് അവർ ഏറ്റുമുട്ടി. അള്ളാഹു അക്ബർ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവര് റിയാലിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ തുടങ്ങി. വളരെ യുദ്ധതന്ത്രജ്ഞതയുള്ളവരാണ് കേട്ടോ ഈ ജനിസരികൾ എന്ന് പറയുന്നവർ. അവരോട് പിടിച്ചു നിൽക്കാനാവാതെ റിയാലിലെ സൈന്യം പിന്നിലേക്ക് പോകാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് കപ്പലിന്റെ ബ്രിഡ്ജില് ഡോൺ യുവാൻ നിൽക്കുകയാണ്. ഈ ക്രിസ്ത്യൻ സൈന്യത്തെ മുഴുവൻ അവർ ആക്രമിച്ച്, ജനിസരികൾ ആക്രമിച്ച് അവർ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് വരെ പോകാൻ തുടങ്ങി. യുദ്ധം തോൽക്കുമെന്നുള്ള സാഹചര്യമായി. റിയാൽ പൂർണ്ണമായും കീഴടക്കപ്പെടുമെന്നുള്ള നിലയായി. ഈ നിമിഷം അദ്ദേഹത്തിന്റെ വാള് മൂരി പിടിച്ചുകൊണ്ട് ഡോൺ യുവാൻ ദൈവമാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ജനിസരികളുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടി. ഇത്രയും ചുറ്റുമുള്ള ജനിസരികൾ മാത്രം അതിന്റെ മധ്യത്തിൽ വാളുമായിട്ട് നിന്ന് അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, വളരെ ധീരനായ, വളരെ ചെറുപ്പക്കാരനായ ഒരു ജനറലാണ് ഡോൺ യുവാൻ. അദ്ദേഹം കൊല്ലപ്പെടുമെന്നുള്ള നില വന്നു. ഈ സമയമായപ്പോൾ കപ്പൽ തട്ട് ഏതാണ്ട് മുഴുവൻ ജനിസരികളുടെ കയ്യിലായിരുന്നുവെങ്കിലും തങ്ങളുടെ ജനറൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ആ സാഹചര്യം കണ്ടപ്പോൾ എത്ര വലിയ വഞ്ചനയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായതുകൊണ്ട് ഡോൺ യുവാന്റെ സൈന്യം വർദ്ധിത വീര്യത്തോടെ യുദ്ധം ചെയ്ത് വീണ്ടും മുന്നിലേക്ക് കയറി വന്നു. ജനിസരികളുമായിട്ട് അവർ യുദ്ധം ചെയ്തു. ആലിപ്പാഷയും ഡോൺ യുവാനും തമ്മിൽ നേരിട്ട് യുദ്ധമുണ്ടായി. ഏതായാലും ഈ യുദ്ധത്തില് വലിയ അത്ഭുതകരമായി ആലിപ്പാഷ കൊല്ലപ്പെട്ടു, ജനിസരികൾ കീഴടക്കപ്പെട്ടു. അതുമാത്രവുമല്ല, ഈ കപ്പലിലേക്ക് സുൽത്താനെ ഇടിച്ചു കയറിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതിന്റെ കപ്പൽ തുഴക്കാരൊക്കെ അടിമകളാക്കപ്പെട്ട പഴയ ക്രിസ്ത്യൻ യോദ്ധാക്കളാണ് എന്ന്. അവരുടെ കാലിൽ ചങ്ങലക്കിട്ടാണ് അവരെ തുഴയിക്കുന്നത്. അവരുടെ ബന്ധനമെല്ലാം തകർത്ത് അവർ പുറത്തു വന്ന് അവരും ആയുധങ്ങൾ ധരിച്ച് അവരും യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു അടിമ, അതുവരെ തുർക്കികളുടെ അടിമയായിരുന്ന ഒരാള് ആലിപ്പാഷയുടെ തല വെട്ടിയെടുത്ത് ഒരു കുന്തത്തിൽ ഉയർത്തി ഈ കൊടിമരത്തില്, പണ്ട് മർക്കന്തോണിയോ ബ്രഗാദിന്റെ തല തൂക്കിയിട്ട് അതേ കൊടിമരത്തില് തൂക്കിയിട്ടു, സുൽത്താനിയുടെ കൊടിമരത്തിൽ. ഇത് കണ്ടതോടുകൂടി ക്രിസ്ത്യൻ സൈന്യത്തിന് വലിയ ആവേശമായി, തുർക്കികൾക്ക് വലിയ വിഷമവുമായി. എന്ന് പറഞ്ഞാൽ അവർക്ക് പരാജയ ഭീതി ഉണ്ടായി. അതുമാത്രമല്ല, സുൽത്താനയിൽ ഒരു പതാകയുണ്ടായിരുന്നു, വളരെ സവിശേഷപ്പെട്ട ഒരു കൊടിമരമാണിത്. ഈ കൊടിമരത്തില് 28,900 തവണ സ്വർണ്ണ നൂലുകൾ കൊണ്ട് അള്ളാഹു എന്ന് എഴുതിയ ഒരു പ്രത്യേകതരം കൊടിയാണിത്. ഈ കൊടി കൊണ്ടുവന്നിരിക്കുന്നത് യുദ്ധം ജയിക്കാൻ വേണ്ടിയാണ്. ഈ കൊടിക്ക് വലിയ ശക്തിയുണ്ടെന്നാണ് അവർ കരുതിയിരുന്നത്. ഈ കൊടിയാണ് ഇനി റോമിൽ നാട്ടാനായിട്ടിരിക്കുന്നത്. അതിവിശേഷപ്പെട്ട കൊടിയാണ്. ആ കൊടി ഇന്ന് ബാഴ്സിലോണ കത്തീഡ്രലിൽ ഇരിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിമകളാക്കപ്പെട്ടിരുന്ന തുഴക്കാരെ മുഴുവൻ ആയുധം ധരിപ്പിച്ചു. അങ്ങനെ യുദ്ധം ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി. നോക്കിയാൽ കണ്ണെത്താത്തത്ര ദൂരത്തോളം പടർന്നു കിടന്നിരുന്ന കപ്പൽ വ്യൂഹങ്ങള് അവയെല്ലാം കടന്ന് ആക്രമിക്കപ്പെട്ടു. കുറേ എണ്ണം മുങ്ങി. ബാക്കിയുള്ളവ ക്രിസ്ത്യൻ സൈന്യം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, പക്ഷെ വലതുവശത്ത് അതിപ്രഗത്ഭനായ ഒരു കോഴ്സാർ, ഒരു കടൽ കൊള്ളക്കാരൻ, ഉലൂഖ് അലി പാഷ എന്ന് പറയുന്ന ഒരു കടൽ കൊള്ളക്കാരനാണ് സൈന്യത്തെ നയിക്കുന്നത്, തുർക്കി സൈന്യത്തെ. ഞാനത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അയാൾ തന്ത്രപൂർവമായൊരു നീക്കം നടത്തിയതോടുകൂടി, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഗ്വാഡലൂപ്പെ മാതാവിന്റെ ചിത്രം തന്റെ ക്യാബിനിൽ തൂക്കിയിട്ടിരുന്ന ആന്ത്രേയ എന്ന് പറയുന്ന ഒരു ജനറലിനെ കുറിച്ച്. അദ്ദേഹമാണ് ആ ഭാഗത്ത് സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ കടന്ന് ആക്രമിച്ചു. ആ ആക്രമണത്തില് ആന്ത്രേയയുടെ സൈന്യം തോക്കുന്ന നില വന്നു. നേരത്തെ ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, ഡോൺ യുവാനും തോൽക്കുന്ന ഒരു സമയം. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ഊരിപ്പിടിച്ച വാളുമായിട്ട് അദ്ദേഹം ദൈവമാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ജനിസരികളുടെ ഇടയിലേക്ക് ചാടുകയാണ് ചെയ്തതെങ്കിൽ, ആന്ത്രേയ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ആയുധം അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയി ക്യാബിൻ അടച്ചിട്ട് മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. രണ്ട് സൈന്യാധിപന്മാര് ഒരേ യുദ്ധത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും അത്ഭുതകരമായി അവിടെയും ഉലൂഖ് അലിയുടെ സൈന്യം പരാജയപ്പെട്ടു. അതിപ്രഗത്ഭനായ ജനറലാണ് കേട്ടോ ഉലൂഖ് അലി എന്ന് പറയുന്നത്. ഇതൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ പേരുകളൊക്കെ വളരെ പ്രശസ്തമായ പേരുകളാണ്. 95 കപ്പലുകളുമായിട്ട് ആന്ത്രേയെ ആക്രമിച്ച ഉലൂഖ് അലി 8 കപ്പലുകൾ മാത്രം രക്ഷപ്പെട്ടു പോയി. അവസാനത്തെ തുർക്കി കപ്പലും ക്രിസ്ത്യാനികൾ പിടിച്ചെടുത്തു. സമ്പൂർണമായ ക്രിസ്ത്യൻ വിജയമാണ് അവിടെ ഉണ്ടായത്. ആയിരക്കണക്കിന് കപ്പലുകളുമായിട്ട് ക്രിസ്ത്യൻ സൈന്യത്തെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന വളരെ അതിശക്തമായിരുന്ന തുർക്കി സൈന്യത്തിൽ നിന്ന് ഉലൂഖ് അലിയോടൊപ്പം രക്ഷപ്പെട്ട 8 കപ്പലുകളും
ക്രിസ്ത്യാനികൾ കേടുകൂടാതെ പിടിച്ചെടുത്ത 127 കപ്പലുകളും ഒഴികെ ബാക്കി എല്ലാ കപ്പലുകളും തകർക്കപ്പെട്ടു. 30,000 തുർക്കി നാവികർ അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 30,000 ക്രിസ്ത്യൻ അടിമകൾ മോചിപ്പിക്കപ്പെട്ടു. ബാക്കി തുർക്കി പടയാളികൾ മുഴുവൻ തടവുകാരായി. ഈ ഒരു വിജയം ദൂരവ്യാപകമായ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒന്നാമത്, യൂറോപ്പിൽ ആ സകലം ക്രിസ്ത്യൻ ദേശങ്ങളിൽ ആ സകലം പടർന്നു പിടിച്ചിരുന്ന നിരാശ ഇല്ലാതെയായി. തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ തോറ്റുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ സൈന്യങ്ങള് പിന്നീട് 1681 വിയന്ന യുദ്ധം പോലെയൊക്കെയുള്ള അതിപ്രശസ്തങ്ങളായ അതിഭീകരങ്ങളായ യുദ്ധങ്ങൾ ജയിക്കാൻ തുടങ്ങി. ഇതിലൊക്കെ പ്രധാനപ്പെട്ട സംഗതി, തുർക്കികളുടെ കൊല്ലപ്പെട്ട തടവിലാക്കപ്പെട്ട പരിചയസമ്പന്നരായ നാവികരുണ്ടല്ലോ, നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ആ സൈന്യം വർഷങ്ങൾ കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ആ നാവികര്, അവരുടെ ആ അഭാവം തുർക്കിക്ക് പിന്നീട് ഒരിക്കലും നികത്താനായിട്ടില്ല. അവരുടെ സൈന്യത്തിന് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല, കരസൈന്യത്തിന്. പക്ഷേ മെഡിറ്ററേനിയൻ കടലിൽ അവർക്കുണ്ടായിരുന്ന സമഗ്രാധിപത്യത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് യൂറോപ്പ് ഇസ്ലാമിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മെഡിറ്ററേനിയൻ കടലിൽ പിടിമുറുക്കിയിരുന്നു തുർക്കികളെങ്കിൽ, അഥവാ നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യം തുടർന്നിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ക്രിസ്ത്യാനികൾക്ക് യൂറോപ്പിൽ അവശേഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഡോൺ ആന്ദ്ര ഉലൂഖലിയുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചതിനെ കുറിച്ചും ഡോൺ യുവാൻ കാരാ മുസ്തഫ പാഷയോടുള്ള യുദ്ധത്തിൽ ജയിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സത്യത്തിൽ ഇതിനേക്കാളൊക്കെ വലിയ അത്ഭുതം ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവമാണ്. യഥാർത്ഥ അത്ഭുതം ഇതൊന്നുമായിരുന്നില്ല. ഞാൻ പറഞ്ഞ ദിവസം നിങ്ങളോട് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ ദിവസം ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഒക്ടോബർ 7. ഒക്ടോബർ 7-നാണ് ഈ യുദ്ധം നടക്കുന്നത് ഇങ്ങ് ദൂരെ ലെപ്പാന്തോ കടലിടുക്കില് കോറിയന്തിനടുത്തുള്ള സ്ഥലത്ത്. നിങ്ങൾക്കറിയാം, നാവിക സൈന്യം ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്, കടലിലേക്ക് പോയിരിക്കുക. ഇന്നത്തെ പോലെ ആശയവിനിമയ മാർഗങ്ങളൊന്നുമില്ല. സൈന്യം എവിടെയാണെന്ന് കരയിലുള്ളവർക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഇനി മാസങ്ങൾക്ക് ശേഷമാണ് ചിലപ്പോൾ അവർ കരയിലേക്ക് വരിക. അപ്പോഴാണ് അവരെവിടെയായിരുന്നു, എന്താണ് ചെയ്തത് എന്നറിയാൻ പറ്റുക. ഒക്ടോബർ 7-ാം തീയതി 5-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തിന്റെ ട്രഷററായിരുന്ന മോൺസിഞ്ഞോർ ബിബിയാന എന്ന് പറയുന്ന ആളുമായിട്ട് ചില ചർച്ചകളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക. അന്ന് യുദ്ധം നടക്കുന്നുണ്ടെന്നോ നടക്കാൻ പോകുന്നുണ്ടെന്നോ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നോ ഒന്നും ഇങ്ങ് ദൂരെ റോമിലിരിക്കുന്നവർക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഈ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാർപ്പാപ്പ നിശബ്ദനായിരിക്കാൻ ബിബിയാനയ്ക്ക് ആംഗ്യം കാണിച്ചു. എന്നിട്ട് അദ്ദേഹം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് സ്വയം പോയി ഒരു ജനല് തുറന്ന് ആകാശത്തേക്ക് കുറെ സമയം നോക്കി നിന്ന പിതാവ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുന്നത് ബിബിയാനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി 3-4 മിനിറ്റ് നേരം അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ മറ്റ് കർദിനാളന്മാരും ബാക്കി ആൾക്കാരും ഒക്കെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. മാർപ്പാപ്പ ഒരക്ഷരം സംസാരിച്ചില്ല ഈ സമയം മുഴുവൻ. ഇങ്ങനെ കണ്ണുനീരോടെ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം നിറഞ്ഞ ചിരിയോടെ തിരിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. തുർക്കികൾക്കെതിരായ വിജയത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട സമയമാണ്. തുർക്കികൾക്കെതിരായ വിജയത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട സമയമാണ് ഇത് എന്ന് ഒക്ടോബർ 7-ാം തീയതി റോമാ നഗരത്തിൽ ഇരുന്നു കൊണ്ട് മാർപ്പാപ്പ പറയുമ്പോൾ ഇങ്ങ് ദൂരെ യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം റോമിൽ ഒരു മനുഷ്യനും അറിയില്ല, യൂറോപ്പിലൊരു മനുഷ്യനും അറിയില്ല. വിദൂരമായ കടലിന്റെ മധ്യത്തിൽ നടക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് ആ സമയം ആർക്കും അറിയില്ല. ഇതിനുശേഷം മാർപ്പാപ്പ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചാപ്പലിലേക്ക് പോയി ഈശോയുടെ ഒരു തൂങ്ങപ്പെട്ട രൂപം കയ്യിലെടുത്ത് കണ്ണുനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ദിവസം മുഴുവൻ. ഇതൊക്കെ വളരെ അത്ഭുതകരമായ സംഭവങ്ങളായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും കർദിനാളന്മാരെ രേഖപ്പെടുത്തി മുദ്ര വെച്ച കവറില് നോട്ടറി ഓഫീസിൽ വെച്ച് സീൽ ചെയ്ത് വെച്ചു. ഒക്ടോബർ 7-ാം തീയതി 20 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 26-ാം തീയതി വെനീസിലെ ഡോജിന്റെ ദൂതൻ ഇങ്ങ് ദൂരെ ദെപ്പാന്തോയിൽ ഒക്ടോബർ 7-ാം തീയതി യുദ്ധം നടന്നതിന്റെയും യുദ്ധം ജയിച്ചതിന്റെയും സൂചനകളുമായിട്ട് ഇവിടെ എത്തി. 26-ാം തീയതി 20 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 30 ആയപ്പോഴേക്കും ഡോൺ യുവാൻ അയച്ച കോന്തെ പ്രീഗോ എന്ന് പറയുന്ന ജനറൽ വന്ന് യുദ്ധത്തിന്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു. എല്ലാവർക്കും വലിയ അത്ഭുതമായി. അവര് മാർപ്പാപ്പ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒക്കെ നേരത്തെ കൃത്യമായിട്ട് എഴുതി
നോട്ടറിയുടെ ഓഫീസിൽ സീൽ ചെയ്തിരുന്ന ആ ഫയലുകളെല്ലാം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടത് എന്താണെന്നറിയാമോ? റോമിന്റെയും ഈ കഴ്സലാരി ഐലൻഡുകളുടെയും യുദ്ധം നടക്കുന്ന ദേശങ്ങളുടെയും ധ്രുവരേഖയുടെ വ്യത്യാസം കണക്കുകൂട്ടി അവർ സമയം കണക്കാക്കി. അപ്പോഴവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരത്ഭുതമായിട്ട് അവശേഷിച്ച ആ സംഗതി എന്താണെന്നറിയാമോ? ദൈവമാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഡോൺ യുവാൻ ഈ ജനസരികളുടെ മധ്യത്തിലേക്ക് തന്റെ ജീവനെ തൃണവൽക്കണിച്ചുകൊണ്ട് ചാടിയ ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷമായിരുന്നു മാർപ്പാപ്പ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് പോയിട്ട് ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിന്റെ മിനിറ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, തുർക്കികളോടുള്ള യുദ്ധം നമ്മൾ ജയിച്ചിരിക്കുന്നു എന്ന്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോൺ യുവാന്റെ ജീവൻ അപകടത്തിലായിരിക്കുമെന്ന് പറഞ്ഞ് കരുതിയ നിമിഷത്തിൽ നിന്നും അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് പുറത്തു വന്ന ആ നിമിഷം ഇങ്ങ് ദൂരെ റോമിൽ മാർപ്പാപ്പ അത് ദർശനത്തിൽ കാണുകയായിരുന്നു. പരിശുദ്ധ പിതാവിന്റെ നാമകരണ ചടങ്ങിലെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രബലമായ രേഖയായിട്ട് ഉപയോഗിച്ചത് ഈ അത്ഭുത രേഖയായിരുന്നു. ഈ യുദ്ധത്തിന്റെ വിജയത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ 5-ാം പിയൂസ് പാപ്പ ഒരു തിരുനാൾ ആഘോഷിച്ചു. ഒക്ടോബർ 7-ാം തീയതി അവർ ലേഡി ഓഫ് വിക്ടറി, അവർ ലേഡി ഓഫ് ഹോളി റോസറി, വിജയമാതാവ് ജപമാല റാണി. ഈ തിരുനാളാണ് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മൾ ഒക്ടോബർ 7-ാം തീയതി നമ്മൾ ജപമാല റാണിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ ഒക്ടോബർ മാസം നമ്മൾ ജപമാല റാണിയുടെ മാസമായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല, ഈ യുദ്ധം ജയിച്ച യോദ്ധാക്കളുണ്ടല്ലോ, ഒരിക്കലും തങ്ങൾക്ക് ഭീഷണമായ തുർക്കിയുടെ സൈന്യത്തോട്, തങ്ങളുടെ 3 ഇരട്ടി ഉണ്ടായിരുന്ന തുർക്കികളുടെ സൈന്യത്തോട് ഒരിക്കലും ജയിക്കുക സാധ്യമല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന യോദ്ധാക്കള്, യുദ്ധരംഗത്ത് തങ്ങള് തുർക്കികളുടെ വാളിന് തീരുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന യോദ്ധാക്കൾക്ക് അത്ഭുതകരമായി യുദ്ധം ജയിച്ചപ്പോഴ് ഈ യുദ്ധം ജയിക്കാനുണ്ടായ കാരണം എന്തെന്നതിനെ കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആയുധശക്തി കൊണ്ടോ യുദ്ധതന്ത്രങ്ങൾ കൊണ്ടോ തങ്ങളുടെ കപ്പലുകളുടെ ബലം കൊണ്ടോ അല്ല യുദ്ധം ജയിച്ചത് എന്ന് അവർക്കറിയാമായിരുന്നു. ദൈവമായ കർത്താവ് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് തന്നെയാണ് യുദ്ധം ജയിച്ചതെന്ന് അവർക്കറിയാമായിരുന്നു. അതിന് കാരണമായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമായിരുന്നു എന്നറിയാമായിരുന്നത് കൊണ്ട് അവരൊന്നും ഈ മാസങ്ങളോളം കടലിൽ അലഞ്ഞുതിരുന്ന് വലിയ യുദ്ധത്തിൽ പങ്കെടുത്ത് ജയിച്ച ആരും തങ്ങളുടെ വീടുകളിലേക്ക് പോയില്ല. അവരെല്ലാം ലൊറേറ്റയിലേക്ക് പോയി. നിങ്ങൾക്കറിയാമല്ലോ ലൊറേറ്റയെ കുറിച്ച്. മാതാവ് നസ്രത്തിൽ ജീവിച്ചിരുന്ന ഭവനം മാലാഖമാരെ എടുത്തുകൊണ്ടുപോയി ലൊറേറ്റയിൽ സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യം. സാന്താ കാസ എന്ന് അതിനെ വിളിക്കുന്നത്, ഹോളി ഹോം. അത് ലൊറേറ്റ ദേവാലയത്തിലാണ് വെച്ചിരിക്കുന്നത്. യോദ്ധാക്കൾ എല്ലാവരും ലൊറേറ്റയിലെ ദേവാലയത്തിലെത്തി. അതിന് ചുറ്റും നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഓക്സീലിയം ക്രിസ്ത്യനോരും. ഓക്സീലിയം ക്രിസ്ത്യനോരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന്. അതുവരെ ആരും വിളിച്ചിട്ടുള്ള പ്രാർത്ഥനയല്ലത്, അതുവരെ ആരും വിളിച്ചിട്ടുള്ള അഭിസംബോധനയല്ല അത്. ഈ പട്ടാളക്കാരും പറയാതെ തങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ലൊറേറ്റ മാതാവിന്റെ ദേവാലയത്തിന് ചുറ്റും നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് ഓക്സീലിയം ക്രിസ്ത്യനോരും. മാതാവിന്റെ ഈ സ്തുതി, അവരുടെ ഹൃദയത്തിൽ നിന്നുയർന്നു വന്ന ആ സ്തുതി മാർപ്പാപ്പ ലുത്നിയയിൽ ചേർത്തതാണ് എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന പ്രാർത്ഥന. ദൈവമാതാവേ എന്ന് വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ, ഒരാളും തുണയില്ലാതെ ശത്രു സൈന്യത്തിന്റെ ഇടയില് ഡോൺ യുവാൻ വിളിച്ച ദൈവമാതാവേ എന്നുള്ള ആ വിളി, പീഡിപ്പിക്കപ്പെടുന്ന ജീവിത മേഖലകളില്, ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളില്, നശിച്ച കൃഷിയിടങ്ങളില്, കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ധാരണയില്ലാത്ത സമയങ്ങളില്, പ്രത്യാശയില്ലാത്ത വേളകളില്, എവിടെയും ഒരാശ്രയം ഇല്ലാത്തടത്തൊക്കെ മുഴങ്ങിക്കേക്കേണ്ടതായി ഈ ദൈവമാതാവേ എന്നുള്ള വിളി. ഇതുവരെ അതിന് മറുവിളി ഉണ്ടാകാതിരുന്നിട്ടില്ല. ദൈവമാതാവേ എന്നൊരു വിളി ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അമ്മയെ എന്ന് ദൈവമാതാവിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതിന് മറുപടി ഉണ്ടാകാതിരുന്നിട്ടില്ല. 100 കണക്കിന് വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പലതും പറയാൻ പോലും പറ്റില്ല, അത്രയധികമുണ്ട്. ഇതുവരെ ദൈവമാതാവേ എന്ന് വിളിച്ചിടത്തവൾ വരാതിരുന്നിട്ടില്ല. അത് കാനായിലെ കല്യാണ വിരുന്നിലായാലും, നിങ്ങളുടെ വീടുകളിലെ ദാരിദ്ര്യത്തിന്റെ അടുപ്പുകോണുകളിലായാലും ദൈവമാതാവേ എന്ന വിളിക്ക് മറുവിളി ഉണ്ടാകാതിരുന്നിട്ടില്ല. സത്യത്തിൽ യൂറോപ്പ് ഇന്ന് വീണ്ടും ഒരു ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ വീണ്ടും ഒരു ആക്രമണത്തിന് വിധേയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ശത്രുക്കളുണ്ട്. നേതൃത്വം നൽകേണ്ടവര് അലസരും കുറ്റകരമായ അനാസ്ഥയുള്ളവരും
സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നവരും ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഒരു 5-ാം പിയൂസ് പാപ്പ ഇല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ മതി, അവളുടെ മധ്യസ്ഥതയില് പ്രത്യാശ നൽകുമാറ് വിജയം അവൾ സുനിശ്ചിതമാക്കി തരുമെന്ന് പറയാൻ ഒരു 5-ാം പിയൂസ് പാപ്പ നമുക്കില്ല. പക്ഷെ പാപ്പ നൽകിയ ആയുധം അതിന്നും നമ്മുടെ കയ്യിലുണ്ട്. ലെപ്പാന്തോയിലും വിയന്നായിലും തുർക്കികളെയും കേരളത്തിൽ ടിപ്പുവിനെയും മുട്ടുകുത്തിച്ച ആയുധം അതിന്നും നമ്മുടെ കയ്യിലുണ്ട്. ആൽബിജൻസിനുകളെയും ഖത്താറികളെയും പത്തറീനികളെയും ഒക്കെ തോൽപ്പിച്ച ആയുധം ജപമാല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൈകളിൽ വെച്ച് തന്ന അതേ ആയുധം. കൂദാശകളാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ജപമാലയുടെ ശക്തി ധരിച്ചു നിൽക്കുന്ന നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. മാനുഷികമോ പൈശാചികമായ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിന്മയുടെ മേലുള്ള ആത്യന്തിക വിജയത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് യഥാർത്ഥത്തിൽ ജപമാല എന്ന് പറയുന്നത്. തിന്മകളുടെ ശക്തിയുടെ മേൽ അവിടുന്ന് ഉണ്ടാക്കിയ ആത്യന്തികമായ വിജയത്തിന്റെ ഒരു കാഹളധ്വനിയാണ്. സഭയുടെ വിജയത്തിന്റെ കാഹളധ്വനിയാണ്. വ്യക്തി ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തിന് തളർച്ച ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിത്യാഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മാറാ രോഗികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, പൈശാചികമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മറ്റൊന്നും ആലോചിക്കേണ്ട, ജപമാലയെടുത്ത് കയ്യിൽ പിടിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ ജപമാലയുള്ളിടത്തോളം കാലം ഈ ജപമാലയിലൂടെ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ രഹസ്യങ്ങളെ കുറിച്ചാണ് ധ്യാനിക്കുക എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ വിരൽ തുമ്പുകളിൽ അത്ഭുതം സംഭവിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.